ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് ഈ ഒരു യാത്ര പോകുന്നത് പ്രകൃതി ഒളിപ്പിച്ച കൊച്ചിയിലെ അതിമനോഹരമായ ദൃശ്യവിസ്മയം കാണാൻ വേണ്ടിയിട്ടാണ്. കാണാൻ മാത്രമല്ല ആസ്വദിക്കാൻ കൂടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. മറ്റെങ്ങുമല്ല, എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്തുള്ള അരീക്കൽ വാട്ടർഫോൾസ് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതധികം ആരും അറിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലങ്ങളിലാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് എല്ലാവരും അറിയാൻ തുടങ്ങിയത്. എന്തായാലും നമ്മൾക്കൊന്ന് പോയി നോക്കാം. അപ്പം നിങ്ങളും എന്നോടൊപ്പം പോന്നോളൂ. നമ്മളിപ്പോൾ ഏകദേശം കുറച്ചു സമയം സഞ്ചരിച്ച് നല്ലൊരു പാർക്കിംഗ് സൗകര്യമുള്ള വിശാലമായ അരീക്കൽ എത്തിക്കഴിഞ്ഞു. അരീക്കൽ നമ്മളുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് അതിവിശാലമായ കുറച്ച് പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വാഹനങ്ങളൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാം. അതിനുശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിന് വലതുവശത്തായിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്നും 20 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ടിക്കറ്റ് മുകൾ ഭാഗത്ത് നിന്നാണ് നമ്മൾ എടുക്കുന്നത്. താഴത്തോട്ട് ഒത്തിരി ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു എൻട്രൻസ് വഴി നമ്മൾ ഈ ഒരു കൈവരിയിൽ പിടിച്ച് കൽപ്പടവുകൾ ചവിട്ടി ഇറങ്ങി ചെല്ലുന്നത് നല്ലൊരു അതിമനോഹരമായ നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് കാലൊക്കെ കഴക്കുമ്പോഴേക്കും വിശ്രമിക്കാനായിട്ട് കുറച്ച് കസേരയൊക്കെ പണിതിട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമ്മൾക്ക് സാവധാനം വിശ്രമിച്ച് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് താഴേലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് അവിടെ സൈഡിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇവിടെ ഇടരുതെന്ന്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ താഴേലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല ഒച്ചയൊക്കെ കേൾക്കാം. നല്ലൊരു കൂളിംഗ് ഒക്കെ ഇവിടെ വരുമ്പോൾ തന്നെ കിട്ടും കേട്ടോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും സേഫായിട്ട് കളിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. ഇതുവരേക്കും ഞാനിവിടെ എത്തിയിട്ടില്ല. ഇനി എത്താത്തവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതുന്നു. ഏകദേശം 100 അടി മുകളിൽ നിന്നാണ് ഈ ഒരു വെള്ളം കുത്തിയൊലിച്ച് വരുന്നത്. ഈ ഒരു വെള്ളത്തിൻ്റെ കുളിർമ കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സൊന്ന് കുളിർക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും സേഫായിട്ട് കളിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇത്. എറണാകുളം ജില്ലയിലാണുള്ളത്. ഈ ഒരു കുളം പോലുള്ള ഭാഗത്ത് വരുന്ന വെള്ളം താഴത്തേക്ക് തിട്ടയായി ഒഴുകിയാണ് പോകുന്നത്. അപ്പം അധികം നനയാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാർക്ക് താഴെ ഭാഗത്തൊക്കെ കളിക്കാവുന്നതാണ്. കുട്ടികളൊക്കെ ഇറങ്ങിയാൽ ഈ ഒരു കുളം പോലുള്ള ഭാഗത്ത് കഴുത്തിന് താഴെ മാത്രമാണ് വെള്ളം ഉണ്ടാവുന്നത്. മഴക്കാലത്താണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വരാൻ ഏറ്റവും മനോഹരം കേട്ടോ. മഴയില്ലാത്ത സമയത്ത് വെള്ളം ഉണ്ടാവില്ല, ആസ്വാദ്യകരവും അത്ര രസമൊന്നും ആവില്ല. അപ്പം മഴയുള്ള സമയത്ത് വരിക. പിന്നെ എവിടെ പോയാലും നമ്മളുടെ സുരക്ഷ നമ്മളുടെ കയ്യിൽ തന്നെയല്ലേ. സേഫായിട്ട് കളിക്കുക. അതിമനോഹരമായ വെള്ളച്ചാട്ടം ഞാനും ഒന്ന് ആസ്വദിച്ചു. എന്ത് രസമാണെന്നറിയോ. ധാരാളം പച്ചമരുന്നുകളിലും പച്ചമരുന്ന് ചെടികളിലും തട്ടി വരുന്ന ഈ ഒരു വെള്ളം നമ്മളുടെ മേത്ത് മുട്ടുമ്പോൾ നല്ലൊരു കുളിർമയാണ് നമ്മൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. വളരെ സേഫായിട്ട് കളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ബാച്ചിലേഴ്സിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വരാം. ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ആദ്യക്കുട്ടന് തണുക്കാൻ തുടങ്ങി. ഞാനും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതിനിടയ്ക്ക് വിനുവേട്ടനാണ് കേട്ടോ വീഡിയോ പിടിച്ചു തന്നത്. അപ്പോൾ ഈ കാണുന്നത് കുറച്ചുകൂടെ ദൂരെ നിന്ന് ഞാൻ എടുത്ത ദൃശ്യങ്ങളാണ്. ഇത് നമ്മൾ കളിക്കുന്നതിന് തൊട്ട് താഴെ കണ്ടില്ലേ. ഒരുപാട് നനയാൻ ആഗ്രഹമില്ലാത്ത കൂട്ടുകാർക്ക് ഇവിടെ വന്ന് കളിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ഈ ഒരു നടപ്പാതയിലൂടെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ചൂട് ചായയോ കാപ്പിയോ ചെറിയൊരു സ്നാക്സോ ഒക്കെ കഴിക്കാൻ ഒരു ചെറിയൊരു കൊച്ചു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ഡ്രസ്സിങ് റൂമുണ്ട്, വാഷിംഗ് റൂമുണ്ട്. ഇവിടെയൊക്കെ സൗജന്യമാണ്. ഡ്രസ്സൊക്കെ മാറി നമ്മൾക്കൊന്ന് ഫ്രഷ് ആയിട്ട് മുകളിലോട്ട് കയറി പോകാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതിക്കോട്ടെ. നമ്മളുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.